ബംഗാൾ കലാപത്തിനു പിന്നിൽ SDPI വഖഫ് ഭേദഗതി നിയമത്തിലൂടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് SDPIയുടെ പ്രചാരണം നടത്തിയതായി പോലീസ്. ഇതേ തുടർന്നാണ് മുസ്ലിം വിഭാഗങ്ങൾ പ്രകോപിതരായതെന്നും പോലീസ് പറയുന്നു. ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, എന്താണ് വെളിപ്പെടുന്നത്? വീണ, ബംഗാൾ പോലീസ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ SDPI ആണ് ഈ ബംഗാളിലെ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണം എന്നുള്ളതാണ്. മുർഷിദാബാദിൽ SDPI വ്യാജ പ്രചരണം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധം നടക്കുന്ന ഘട്ടത്തിൽ ഈ ബില്ല് മുസ്ലിങ്ങളുടെ ഭൂമി തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ ബില്ല് എന്ന പ്രചരണം SDPI വ്യാപകമായി നടത്തി. ഈ കലാപത്തിൽ കൊല്ലപ്പെട്ട ഒരു വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ തന്നെ ഈ കാര്യം ബംഗാൾ പോലീസിനോട് വ്യക്തമാക്കി. വീടുകൾ കയറിയിറങ്ങി SDPI ഇത്തരം പ്രചരണം നടത്തിയിരുന്നു എന്നാണ് ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ തന്നെ ഇപ്പോൾ ബംഗാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, മുർഷിദാബാദ് SDPIയുടെ ഒരു സ്വാധീന കേന്ദ്രമാണ്. ആദ്യകാലത്ത് സിമി എന്ന ഭീകര സംഘടനയ്ക്കും പിന്നീട് സിമി നിരോധിക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്ത് കഴിയുമ്പോൾ അത് SDPI ആയും ഒക്കെ മാറി അവിടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു എന്ന് ബംഗാൾ പോലീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും SDPIയുടെ നിരോധനം കൂടി കേന്ദ്ര സർക്കാർ ആലോചിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജിയുടെ പോലീസ് തന്നെ ഇപ്പോൾ SDPI ആണ് ഈ കലാപത്തിന് പിന്നിൽ എന്ന സംബന്ധിച്ചുള്ള ചില വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. വീണ, ഓക്കെ, ശരി ഗൗതം.